ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ ഒരു പ്രോട്ടീൻ പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് 6 മാസം പ്രായം മുതലുള്ള കുട്ടികൾ തൊട്ട് മുതിർന്ന എത്ര വയസ്സുള്ള ആളുകൾക്കും ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് കുറുക്കായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ പാലിലോ, പാല് കഴിക്കാത്തവരാണെങ്കിൽ ചൂടുവെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതുമാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. ഇതുപോലെ തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പണവും ലാഭമാണ്, അതുപോലെ തന്നെ വിശ്വസിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്രോട്ടീൻ പൗഡർ എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ നമുക്കുള്ളതും അതുപോലെ തന്നെ കടയിൽ നിന്ന് കിട്ടാവുന്നതുമായ കുറച്ച് ഐറ്റംസാണ് ആദ്യം തന്നെ എടുക്കേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് മക്കാനയാണ്. മക്കാനയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. താമര വിത്ത് എന്ന് പറയും. ഇത് ഒട്ടുമിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം 100 ഗ്രാം മഖാനയിൽ 9.7 പ്രോട്ടീൻ ആണെങ്കിൽ കൂടി ഈ മഖാന എന്ന് പറയുന്നത് മാഗ്നീഷ്യം, ഫോസ്ഫറസും പൊട്ടാസ്യം ഇതിൻ്റെയൊക്കെ ഒരു ഉറവിടം തന്നെയാണ്. കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവർക്കും തന്നെ പല്ലിനും അതുപോലെ എല്ലിനൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. പറ്റുമെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ 100 ഗ്രാം മഖാനയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് എന്ന് പറയുന്നതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. നമ്മുടെ മിക്ക ഷോപ്പുകളിലും നമ്മൾ കാണുന്നതും കഴിക്കുന്നതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക. ഏകദേശം 100 ഗ്രാം കടലപ്പരിപ്പിൽ 20 മുതൽ 22 ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും വിട്ടുപോവാതെ ഇതിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അടുത്തതായി എടുത്തിരിക്കുന്നത് വെള്ളവിലാണ്. ഇതിലും നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ 100 ഗ്രാം വെള്ളവിൽ 6 മുതൽ 9 ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് പച്ചരി കഴുകി ഉണക്കിയതിന് ശേഷം ഇതുപോലൊന്ന് റോസ്റ്റ് എടുത്താലും മതി. അപ്പോൾ നമ്മളിത് പൊടിച്ച് കുറച്ച് ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ വെള്ളവിലാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്തിരിക്കുന്നത് 1 കപ്പ് ഓട്സ് ആണ്. ഓട്സിൻ്റെ ബെനിഫിറ്റ്സും എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിൽ കൂടി പറയുകയാണെങ്കിൽ ഏകദേശം 100 ഗ്രാം ഓട്സിൽ 13 മുതൽ 17 ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മിക്ക പേരും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പൗഡറിൽ ഇതും കൂടി ആഡ് ചെയ്യാം. ഇനി വേണ്ടത് കാഷ്യൂനട്ട്, പിന്നെ അതുപോലെ ബദാമൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഏകദേശം 100 ഗ്രാം ബദാമിൽ 21 ഗ്രാമോളം പ്രോട്ടീനും, കാഷ്യൂനട്ടിൽ പറയുകയാണെങ്കിൽ 100 ഗ്രാം കാഷ്യൂനട്ടിൽ 15 മുതൽ 18 ഗ്രാം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പിസ്ത, വാൽനട്ട്സ്, പിന്നെ അതുപോലെ റോസ്റ്റഡ് ആയിട്ടുള്ള കാഷ്യൂനട്ടും കൂടി എടുത്തിട്ടുണ്ട്. 100 ഗ്രാം പിസ്തയിൽ ഏകദേശം ഒരു 20 ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാൽനട്ട്സിൽ 100 ഗ്രാം എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിലൊരു 15 ഗ്രാമോളം പ്രോട്ടീനാണ്. ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം, കാരണം ഒട്ടും നനവില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനും ഒന്ന് പൊടിക്കുന്ന സമയത്ത് എളുപ്പമാകാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ഗോതമ്പാണ്. നിങ്ങൾക്ക് ഗോതമ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വീട്ടിൽ പൊടിച്ച ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആട്ടപ്പൊടി ഒന്നും യൂസ് ചെയ്യരുത്. പറ്റുമെങ്കിൽ ഇതുപോലെ ഗോതമ്പ് തന്നെ കഴുകി ഉണക്കിയതിന് ശേഷം ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഗോതമ്പിൽ പറയുകയാണെങ്കിൽ ഏകദേശം 100 ഗ്രാം ഗോതമ്പിൽ 14 ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. മിനിമം ഇതെങ്കിലും വേണം, അത്രയേ ഉള്ളൂ.
പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഇത്രയൊക്കെ വേണ്ടി വരുമല്ലേ എന്ന് ഒരു തോന്നലുണ്ടാവും. അതുകൊണ്ടാണ് മിനിമലായിട്ട് എന്നാലോ അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ചൂട് ഒരല്പം കുറഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്കിതുപോലൊരു തരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് തരിച്ച് കൊടുക്കണം. നല്ല ഫൈൻ പൗഡർ ആക്കണം. കാരണം നമ്മളിത് പാലിലൊക്കെ മിക്സ് ചെയ്ത് കുടിക്കുന്ന സമയത്ത് തരി ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഇനി തരിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടി പൊടിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കുക. കാരണം നമ്മൾ തന്നെ ഇത് വൃത്തിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.